ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അതിരാവിലെ മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും യേശുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുമ്പിലെത്തി. வாரத்தின் முதலாம் நாள் அதிகாலையிலே மக்தலேனா மரியாள், யாக்கோபின் தாயாகிய மரியாள், சலோமா என்பவர்கள் சேர்ந்து യേശുവിനുடைய കല്ലറിനുடைய അരുകാമയിലെ വരുகிறார்கள். കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായിട്ട് അവർ കാണുകയാണ്. கல்லறையில் நின்று கல்லு புரட்டப்பட்டிருப்பதை அவர்கள் காண்கிறார்கள். അവർ കല്ലറയ്ക്ക് അകത്തു കയറി, എന്നാൽ കർത്താവായ യേശുവിനെ അവർ അവിടെ കണ്ടില്ല. அவர்கள் கல்லறைக்குள்ளே ஏறினார்கள், ஆனால் கர்த்தராகிய இயேசுவை அவர்கள் காணவில்லை. അവിടെ മിന്നുന്ന വസ്ത്രം ധരിച്ചതുപോലെ രണ്ട് ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. அங்கே பிரகாசமுள்ள வஸ்திரங்களை அணிந்த 2 தூதர்கள் அந்த இடத்திலே இருந்தார்கள். അവർ അവരോട് പറയുക, നിങ്ങൾ ജീവനുള്ളവനെ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? அவர்கள் இவர்களை நோக்கி சொல்கிறார்கள், நீங்கள் ஜீவனோடு இருக்கிறவரை ஏன் மரித்தோரிடத்தில் தேடுகிறீர்கள்? ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. മഗ്ദലക്കാരി മറിയോടും യാക്കോബിൻ്റെ അമ്മ മറിയോടും ശലോമയോടും ചോദിക്കുന്ന ചോദ്യമാ, ജീവനുള്ളവനെ എന്തിനാ മരിച്ചവർ ഇടയിൽ അന്വേഷിക്കുന്നത്? அந்த கேள்வியை நீங்க சற்று கவனிங்க அன்பானவர்களே. மக்தலேனா மரியாள், யாக்கோபினுடைய தாயாகிய மரியாள், சலோமா என்பவர்களை பார்த்து கேட்கிற கேள்வி என்ன? நீங்கள் ஜீவன் உள்ளவரை ஏன் மரித்தோர் இடத்தில் தேடுகிறீர்கள்? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ആ 2 പുരുഷന്മാർ ഈ സ്ത്രീകൾക്ക് കൈമാറുന്നത്. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவானவர் உயிரோடு எழுந்திருக்கிறார் என்றதான செய்திதான் இந்த 2 புருஷர்கள் இந்த ஸ்திரீகளுக்கு கொடுக்கிறது. മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും ഇതിനകത്തെല്ലാം ഒരുപോലെ പറയുന്നൊരു വേർഡാണ്, കർത്താവ് ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. மத்தேயு எழுதின சுவிசேஷம், மார்க் எழுதின சுவிசேஷம், லூக்கா எழுதின சுவிசேஷத்தில் எல்லாம் ஒருபோல சொல்லப்படுகிற ஒரு வார்த்தை தான், கர்த்தராகிய இயேசுவானவர் இங்கே இல்லை, அவர் உயிரோடு எழும்பினார். ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 3 സുവിശേഷത്തിനകത്തും മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും കല്ലറയ്ക്കൽ ചെന്നതും അവിടെ ദൂതന്മാർ അവരോട് സംസാരിക്കുന്നതും ഈ 3 സുവിശേഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. இந்த 3 சுவிசேஷங்களிலேயும் மக்தலேனா மரியாள், யாக்கோபினுடைய தாயாகிய மரியாள், சலோமா என்பவர்கள் இந்த கல்லறையினுடைய அருகாமையில் வருகிறதும், அவர்கள் இந்த கல்லறையில் இயேசுவை காணவில்லை என்ற விஷயവും நம்ம பார்க்கிறோம். അവർ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. அவர்கள் சொல்கிறார்கள், கர்த்தராகிய இயேசுவானவர் இங்கே இல்லை, அவர் உயிரோடு எழும்பி இருக்கிறார். മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും, ദൂതന്മാർ ഈ സ്ത്രീകളോട് പറയുകയാണ്, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുവിൻ. மத்தேயு எழுதின சுவிசேஷம் 28வது அதிகாரம் 7வது வசனத்தில் அவர்கள் இந்த ஸ்திரீகளிடத்தில் இவ்விதமாக சொல்கிறார்கள், நீங்கள் சீக்கிரம் போய் அவர் மரித்தோரில் இருந்து எழுந்தார் என்று அவருடைய சீஷர்களுக்கு சொல்லுங்கள். യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ആദ്യം സുവിശേഷം അറിയിച്ചത് സ്ത്രീകളാണ്. இயேசு கிறிஸ்துவினுடைய உயிர்த்தெழுதலுக்கு பின்பதாக இயேசுவினுடைய உயிர்ப்பை குறித்ததான சுவிசேஷம் முதலாவதாக அறிவித்தவர்கள் இந்த ஸ்திரீகள். അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ വേല ആരംഭിച്ചത് പുരുഷന്മാരിൽ നിന്നല്ല, മറിച്ച് സ്ത്രീകളിൽ നിന്നാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനുடைய ഉയർത്തെഴുന്നേലിനുடைய സുവിശേഷം ആരംഭിച്ചത് പുരുഷർകളിൽ നിന്നല്ല, സ്ത്രീകളിടത്തിലേ. അപ്പോൾ പുതുനിയമത്തിൻ്റെ സുവിശേഷം പകരപ്പെടുന്നത്, സ്പ്രെഡായത് അതൊരു സ്ത്രീയിൽ നിന്നാണ് സ്പ്രെഡായത്. അപ്പോൾ പുതിയ ഉടൻപടിക്കയുടെ സുവിശേഷം പരവ ആരംഭിച്ചത് ഒരു സ്ത്രീയിൽ നിന്നേ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
സ്ത്രീകളെ നോക്കി ഞാൻ പറയുകയാണ്, നിങ്ങളിലൂടെയാണ് സുവിശേഷം ആദ്യം ആരംഭിച്ചത്. ഇന്ന് ആ സുവിശേഷത്തിൻ്റെ ആ തീ നിങ്ങളിൽ കത്തുവാൻ തുടങ്ങട്ടെ. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ സുവിശേഷത്തിൻ്റെ തീ നിങ്ങളിലും അധികമായി കത്തിജ്വലിക്കട്ടെ. என்னை கேட்கிற அன்பானவர்களே, ஸ்திரீகளே, முதலாவதாக சுவிசேஷம் பற்றி எரிய ஆரம்பித்தது உங்கள் வழியாகத்தான். இன்றைக்கும் இந்த வார்த்தையை நீங்கள் கேட்கும்போது அந்த சுவிசேஷத்தினுடைய அக்கினி உங்களுடைய உள்ளங்களே பற்றி எரிய வைக்கட்டும். உங்கள் வழியாக திரளான ஜனங்கள் சுவிசேஷத்தை அறியட்டும். ഓ മഗ്ദലക്കാരി മറിയയിലൂടെയും യാക്കോബിൻ്റെ അമ്മ മറിയയിലൂടെയും ശലോമയിലൂടെയും പുറപ്പെട്ട ആ സുവിശേഷം, യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഇന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം കത്തിപ്പടരുന്നത്. மக்தலேனா மரியாள், யாக்கோபினுடைய தாயாகிய மரியாள், சலோமா என்பவர் வழியாக முதலாவதாக பரப்பப்பட்ட சுவிசேஷம் தான் இன்றைக்கு உலகமெங்கும் അമേൻ പറ്റി എരിந்து പരവിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ വേർഡ് കൈമാറുമ്പോൾ ഇതിനകത്തു ചില സ്ത്രീകളുടെ മേൽ ഈ സുവിശേഷത്തിൻ്റെ അഗ്നി ആളിക്കത്തട്ടെ. സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. അഭിഷേകത്തിൻ്റെ പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. இன்றைக்கு இந்த வார்த்தை உங்களிடத்திலே நாங்கள் பகிரும்போது சில ஸ்திரீகள் அவர்கள் வல்லமையாக சுவிசேஷத்தில் எழும்புவதாக, சுவிசேஷத்தினுடைய அக்கினி அவர்கள் மேல் பற்றி எறிவதாக, அவர்கள் முகாந்தரமாக திரளான ஜனங்கள் യേശുവെ അറിവதாக. ഇന്ന് സകല ജനങ്ങളും ഈസ്റ്ററിനെ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. இன்றைக்கு அநேகம் ஜனங்கள் ஈஸ்டரை கொண்டாடும் போது மெய்யான உயிர்ப்பினுடைய சுவிசேஷம் அறிவிக்க கர்த்தர் உங்களை വല്ലമയാക பயன்படுத்துவாராக. കാരണം എന്താണ് ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പ് എന്താണെന്ന് അറിയാതെയാണ് ഇന്ന് സകല ജനങ്ങളും അത് ആഘോഷിക്കുന്നത്. ആമേൻ. കാരണം இந்த ஈஸ்டர் உயிர்ப்பு என்றால் என்ன என்று அறியாமல் தான் அநேகம் நபர்கள் அதை கொண்டாடி கொண்டிருக்கிறார்கள். കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം. கர்த்தராகிய இயேசுவானவர் மரித்தது நம்முடைய பாவங்களுக்காகவே என்று சொல்லி ആമേൻ നമുക്ക് தெரியும். എന്നാൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് മദ്യത്തിൻ്റെ ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്നത് കാരണം അനേകർ മദ്യപാനം കഴിച്ചുകൊണ്ടാണ് ഇതിനെ ആഘോഷിക്കുന്നത്. ஆனால் இந்த நாட்களில் மிக அதிகமாகவே அமேன் நடக்கிறதான் ஒரு பிஸ்னஸ் தான் மதுபானத்தினுடைய பிஸ்னஸ் என்று சொல்லி அநேகம் நபர்கள் இந்த ஈஸ்டரை கொண்டாடுவதே மதுபானம் அருந்திதான் கொண்டாடுகிறார்கள். ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഉയർത്തെഴുന്ന യേശു முதலாவதாக சொன்ன காரியம் உங்களுக்கு சமாதானம். എന്നാൽ ഈ ഈസ്റ്റർ ദിനങ്ങളിൽ ഒരു കുടുംബത്തിൽ പോലും സമാധാനം അനുഭവിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ஆனால் இந்த ஈஸ்டர் நாட்களில் ஒரு குடும்பத்தில கூட அவர்களுக்கு சமாதானம் அனுபவிக்க முடியவில்லை. ഈ ദിവസങ്ങളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുക, இந்த நாட்களில் கொலைகள் பெருகுகிறது, ഈ ദിവസങ്ങളിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുക, இந்த நாட்களில் ஆக்சிடென்ட் டெத்ஸ் அதிகரிக்கிறது, ഈ ദിവസങ്ങളിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അധികം ആളുകൾ വീണുപോയിക്കൊണ്ടിരിക്കുക, இந்த நாட்களில் மயக்குமருந்தும் மதுபானம் இவைகளில் அநேக நபர்கள் விழுந்து போய் கொண்டிருக்கிறார்கள். കാരണം എന്തിനാണ് യേശു ഉയർത്തെഴുന്നേറ്റതെന്ന് ഇവർ അറിയാതെ ഇവർ തൻ്റെ പാപങ്ങൾക്കകത്ത് നിന്നാണ് ഇത് ആഘോഷിക്കുന്നത്. எதற்காக கர்த்தராகிய இயேசுவானவர் உயிர்த்தெழுந்தார் என்பதை மறந்து அவர்களுடைய பாவ வாழ்க்கையிலேயே அவர்கள் இதை கொண்டாடுகிறார்கள். എന്നാൽ റോമാലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു എന്ന്. കർത്താവായ യേശുവിനെ നമ്മുടെ പാപങ്ങൾ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതിക്കായി ഉയർപ്പിച്ചും എന്ന് വചനം പറയുന്നു. ஆனால் ரோமருக்கு எழுதிய நிருபம் 4வது அதிகாரம் 24வது வசனம் இவ்விதமாக சொல்கிறது, அவர் நம்முடைய பாவங்களுக்காக ஒப்பு கொடுக்கப்பட்டும் நாம் நீதிமான்களாய் இருக்கப்படுவதற்காக எழுப்பப்பட்டும் இருக்கிறார். വചനം ശ്രദ്ധിച്ചേ, വചനം പറയാ, അതിക്രമങ്ങൾ നിമിത്തം യേശു കർത്താവിനെ പാപത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി യേശു കർത്താവിനെ ഉയർപ്പിച്ചുമിരിക്കുന്നു. കാരണം നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു മരിച്ചുവെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നീതി നമ്മൾ പ്രാപിക്കാൻ വേണ്ടി, നമ്മൾ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി, നമ്മൾ നീതിമാന്മാരാകുവാൻ വേണ്ടിയിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. வசனம் சொல்லுது பாருங்க, நம்முடைய அக்கிரமங்களுக்காக ஆமென் அவர் அடிக்கப்பட்டும் ஆனால் நம்முடைய நீதிக்காகவே அவர் உயிர்ப்பிக்கப்பட்டும் இருக்கிறார் என்று சொல்லி. அப்படி என்றால் ஆமென், நம்முடைய பாவங்களுடைய விடுதலைக்காக இயேசுவானவர் சிலுவையிலே மரித்தார் என்று சொன்னால் வசனம் கவனிங்க, நம்முடைய நீதிக்காகவே அவரை உயிர்ப்பிக்கப்படுத்தினார்.
കാരണം അതിന് തൊട്ടു മുമ്പ് പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് വചനം പറയുന്നു. ஏனென்றால் அதற்கு முந்தின வார்த்தைகள் ஆபிரகாமை குறித்து சொல்கிறது. ஆபிரகாம் விசுவசித்தான், அது அவனுக்கு நீதியாக எண்ணப்பட்டது என்று சொல்லி. എന്നാൽ അടുത്ത വാക്യത്തിനകത്ത് പറയുക, റോമാലേഖനം 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ആമേൻ, അത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല നമ്മളെ വിചാരിച്ചും കൂടി അത്രേ പറഞ്ഞിരിക്കുന്നത്. ரோமர்க்கெழுதிய நிருபம் 4வது அதிகாரம் அவனுடைய 23வது வசனம் சொல்கிறது, அது அவனுக்கு நீதியாக எண்ணப்பட்டது என்பது அவனுக்காக மாத்திரமல்ல நமக்காகவும் எழுதப்பட்டிருக்கிறது என்று சொல்லி. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് അത് നീതിയായി കണക്കിട്ടു. ആമേൻ. ഗവനിക, ആബ്രഹാം വിശ്വസിത്താൻ അവനുക്ക് അത് നീതിயாக എണ്ണപ്പെട്ടത്. എന്നിട്ട് പറയാ, അത് അബ്രഹാമിന് ഉദ്ദേശിച്ചു മാത്രമല്ല നമ്മളെയും കൂടെ വിചാരിച്ചിട്ടാണ് അബ്രഹാമിനോട് അത് പറഞ്ഞിരിക്കുന്നത്. ஆனால் வார்த்தை என்ன சொல்கிறது, அது ஆபிரகாமுக்காக மட்டுமல்ல, ஆமென், விசுவசிக்கிற நமக்காகவும் அது நீதியாக எண்ணப்படும்படியாகவே. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന് നീതി കണക്കിട്ടെങ്കിൽ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ നീതി നമ്മുടെ മേലും വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ஆபிரகாமுக்கு நீதி கணக்கிடப்பட்டது என்று சொன்னால், ஆமென், நாமும் ஆமென் அல்லேலூயா இயேசு கிறிஸ்துவினுடைய மரண உயிர்த்தெழுதலில் விசுவசிக்கும் போது நமக்கும் அது நீதியாக எண்ணப்படுகிறது என்று சொல்லி வார்த்தை சொல்கிறது. ആമേൻ. എങ്ങനെയാണ് ഈ നീതി നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നത്, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, നമ്മുടെ മേൽ അത് വെളിപ്പെടുന്നത്? ആമേൻ. റോമാലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും ആമേൻ ആ നീതി കണക്കിടുകയാണ് ചെയ്യുന്നത്. அன்பானவர்களே, எவ்விதமாக இந்த நீதி நமக்கு எண்ணப்படுகிறது என்று நாம் பார்க்கும் போது அந்த இடத்தில் வார்த்தை விதமாக சொல்கிறது, கர்த்தராகிய இயேசு கிறிஸ்துவை மரித்தோரிடத்திலிருந்து உயிரோட எழுப்பின கர்த்தர் மேல் நம்பிக்கை வைக்கும் போது ஆமென் நமக்கும் அது நீதியாக எண்ணப்படுகிறது என்று சொல்லி வார்த்தை சொல்கிறது. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലും പുനരുത്ഥാനത്തിലും യേശുവിനെ ഉയർപ്പിച്ച പിതാവിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിലുള്ള നീതി നമ്മുടെ മേൽ പകരപ്പെടുകയാണ് ചെയ്യുന്നത്. ஆமென். கவனிங்க அன்பானவர்களே, நாம் கர்த்தராகிய இயேசு கிறிஸ்துவினுடைய மரணத்திலும் உயிரோடு எழுப்பின பிதாவிலும் நாம் விசுவசிக்கும் போது நமக்கும் அது நீதியாக எண்ணப்படுகிறது. ഹല്ലേലൂയ. നീതി എന്ന് പറഞ്ഞാൽ ഒരു പാപം പോലും ചെയ്യാത്ത അവസ്ഥയ്ക്കാണ് നീതി എന്ന് പറയുന്നത്. நீதி என்று சொன்னால் ஒரு தடவை கூட பாவம் செய்யாத அந்த தன்மைக்கே நீதி என்று சொல்கிறது. ആമേൻ. കർത്താവ് നമ്മളെ വിശുദ്ധനായി കുറ്റമില്ലാത്തവനായി കാണുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. கர்த்தர் நம்மை ஒரு பரிசுத்தவானாக குற்றமில்லாத ஒரு பதவியிலே காண்கிற அந்த அனுபவத்திற்கு தான் நீதி என்று சொல்வது. അപ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ പാപിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, നമ്മളെ കുറ്റമില്ലാത്തവനായി കണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ സംഭവിക്കുന്നത്. அப்போ பிதாவாகிய தேவன் நம்மை ஒரு பாவி என்று சொல்லி தள்ளி விடவில்லை, நம்மை ஒரு நீதிமான் என்று சொல்லி பக்கத்தில் அணைத்து நிறுத்துகிற அனுபவத்திற்கு தான் மெய்யான ഉയർത്തെഴുന്നേൽ വഴിയാകെ നടക്കുന്ന അനുഭവം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സംഭവിച്ചത് എന്താണെന്നറിയാവോ? തള്ളപ്പെട്ടവരായിരുന്ന നമ്മൾ, ദൂരസ്ഥരായിരുന്ന നമ്മളെ പിതാവിൻ്റെ വാത്സല്യത്താൽ നമ്മളെ നീതീകരിച്ചു, നമ്മളെ ചേർത്ത് പിടിച്ചു, പിതാവിനോട് നമ്മളെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. அப்ப கர்த்தராகிய இயேசு கிறிஸ்துவுடைய சிலுவை மரணம் வழியாக என்ன நடந்தது? தள்ளப்பட்டவர்களாயிருந்த நம்மை சிலுவை மரணம் வழியாக அவரோடு அனைத்து சேர்த்து பிடித்து நம்மையும் அவர் நீதிமானாக மாற்றுகிறார். അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന്. அதனால் தான் ரோமர்க்கெழுதிய நிருபம் 5வது அதிகாரம் 1வது வசனம் சொல்கிறது, இப்பொழுது விசுவாசத்தினாலே நீதிமான்கள் ஆக்கப்பட்ட நமக்கு பிதாவாகிய தேவனோடு சமாதானம் உண்டு என்று சொல்லி. മക്കളെ, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങൾ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇന്ന് ഈ സത്യത്തെ മനസ്സിലാക്കിക്കേ. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം നമ്മൾ നീതീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തോട്, പിതാവാം ദൈവത്തോട് സമാധാനമുണ്ട്. പിതാവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. அன்பானவர்களே, கர்த்தராகிய இயேசு கிறிஸ்துவினுடைய சிலுவை மரணம் உயிர்த்தெழுதல் வழியாக வேற ஒன்றும் நாம் அறியாவிட்டாலும் அந்த உயிர்த்தெழுதல் முகாந்தரமாக இப்பொழுது பிதாவாகிய தேவனோடு கூட நமக்கு சமாதானம் உண்டு. அவர் நம்மை அன்போடு கூட அரவணைத்து கொண்டிருக்கிறார். மார்க்கு எழுதின சுவிசேஷம் 16வது அதிகாரம் அதனுடைய 6வது வசனம் இவ்விதமாக சொல்கிறது, ஆமென், பயப்படாதிருங்கள், சிலுவையில் அறையப்பட்ட நசரேயனாகிய இயேசுவை தேடுகிறீர்கள், அவர் உயிரோடு எழுந்தார், அவர் இங்கே இல்லை, இதோ அவர்
അവരെ வைத்த இடம். ദൈവമക്കളെ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല. അമേൻ. ഇതുപോലെ നമ്മുടെ പല സൂழ்நிலையிலும் അറിയപ്പെട്ട കർത്തരാകിയ യേശു ക്രിസ്തുവെ നാം തേടുகிறோம். ഇതുപോലെ നമ്മുടെ പല സാഹചര്യത്തിലും ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിനെ നമ്മൾ അന്വേഷിക്കുന്നത്. ஆனால் ஒன்று புரிந்து கொள்ளுங்க, நாம் செய்து வருகிறதான கலாச்சாரங்களிலேயோ அமேன் செய்து வருகிறதான அமேன் சில காரியங்களிலேயோ அல்ல கர்த்தராகிய இயேசுவானவர். வசனம் சொல்கிறது அவர் அங்கே இல்லை என்று. എന്നാൽ നമ്മൾ അന്വേഷിക്കുന്ന, നമ്മൾ ചെയ്തു വരുന്ന ആചാരങ്ങൾക്കകത്തല്ല യേശു. വചനം പറയുന്നു, യേശു അവിടെ ഇല്ല. இந்த நாளில் இந்த வார்த்தையை எத்தனை பேர் புரிந்து கொள்றீங்க? நம் ஆண்டாண்டுக்கு செய்கிறதான அமேன் சில காரியங்கள், ஆண்டாண்டுக்கு அமேன் தேடுகிறதான சில அனுபவங்கள், இதிலே அல்ல கர்த்தராகிய இயேசுவானவர். மெய்யாகவே அவர்கள் 2000 ஆண்டுகளுக்கு முன்பதாக உயிர் தெழுந்து இன்றைக்கும் அவருடைய கல்லறை திறக்கப்பட்டதாக இருக்கிறதை நாம் அறிகிறோம். നമ്മൾ വർഷം ചെയ്തു വരുന്ന ഓരോ പ്രവർത്തികൾക്കോ ആചാരങ്ങൾക്കകത്തോ അല്ല യേശു. വചനം പറഞ്ഞു, യേശു അവിടെ ഇല്ല. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 2000-ൽ പരം വർഷമായി യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. பாருங்க, இந்த தூதர்கள் இந்த ஸ்திரீகளை பார்த்து சொல்கிற அமேன் விஷயம் என்ன? அமேன், அவர் இங்கே இல்லை, இதோ അവരെ வைத்த இடம். ദൂതന്മാർ ആ സ്ത്രീകളെ നോക്കി പറയുക, ഇതാണ് യേശുവിനെ വെച്ച സ്ഥലം, ആ യേശു ഇവിടെ ഇല്ല. இந்த நாளில் அமேன், இந்த வசனத்தில் நீங்கள் உறுதிப்பட்டுக் கொள்ளுங்கள். நாம் தேடுகிற பல விஷயங்களையும் அல்ல இயேசு. இயேசுவானவர் உயிர்த்தெழுந்த പിതാവിനുடைய മഹിമയിൽ അവരുടെ വലപ്പക്കത്തിൽ വീട്ടിരിக்கிறார். നമ്മൾ അന്വേഷിക്കുന്ന പല സ്ഥലങ്ങളിലുമല്ല, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലതുഭാഗത്ത് ആ മഹത്വത്തിലാണ് യേശു ഇപ്പോൾ ആയിരിക്കുന്നത്. இந்த நாளில் இந்த விஷயம் புரிந்து கொள்ளுங்க அன்பானவர்களே. கர்த்தராகிய இயேசு கிறிஸ்துவை இனி நாம் தேட வேண்டியது அமேன் நம்முடைய பழைய கலாச்சாரங்களுக்குள்ளே அல்ல, மெய்யாகவே அமேன் பிதாவாகிய தேவனுடைய மகிமையில் அமேன் ரட்சிப்பு வழியாக இயேசு கிறிஸ்துவை தேடும் போது நிச்சயமாகவே നമുക്ക് അവരെ കണ്ടടയ முடியும். ഇതുപോലെ അമേൻ പിതാവിന്റെ മഹത്വത്തിലായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ ആ മഹത്വത്തിൽ അന്വേഷിക്കുമ്പോൾ നിശ്ചയമായിട്ടും മഹത്വത്തിലുള്ള കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൂതர்கள் சொல்கிறது, നസറായനാകിയ യേശുவை நீங்க தேடுகிறீர்கள், அவர் ഉയർത്തെഴുந்தார், இங்கே இல்லை. ദൂതന്മാർ പറയുന്ന നസറായനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, ആ യേശു ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. അൻപാനവர்களே, യേശു ഒരു ചരിത്ര അമേൻ പുരുഷനല്ല, മാറാക മെയ്யான ജീവനുള്ള ദേവൻ. അമേൻ, അവർ നസറായനാകിയ യേശു സിലുവയിൽ അടിക്കപ്പെട്ടവരാக ഇരുന്നും 3-ാം നാൾ ഉയർത്തെഴുந்து ഇன்றைக்கும் ജീവിക്കുന്ന ജീവനുള്ള ദേവൻ. യേശു കർത്താവ് ഒരു ചരിത്ര പുരുഷനല്ല ദൈവമക്കളെ. യേശു കർത്താവ് ജീവനുള്ള ദൈവമാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, എന്നാൽ 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. இந்த நாளில் உலகமெல்லாம் ஒரு கடமைக்காக ஒரு நாள் உயிர்த்தெழுதலை கொண்டாடும் போது கர்த்தர் மெய்யாகவே உங்களை அழைப்பது, ஒவ்வொரு நாளும் நீங்கள் உயிர்த்தெழுதலுடைய வல்லமையை உங்களுடைய வாழ்க்கையிலே അനുഭവിക്കുம்படியாக. ലോകം മുഴുവൻ വർഷം ഒരു ദിവസം മാത്രം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോ ദിവസവും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലും ശക്തിയും പ്രാപിച്ചു മുന്നോട്ട് പോകാനാണ്. அன்பானவர்களே, நாம் பாவத்திலே மரித்தவர்களாக இருக்கிற சூழ்நிலை ஆனாலும் சரி, கர்த்தராகிய இயேசுவானவர் உயிரோடு எழுந்தவர் என்ற நம்பிக்கையோடு அவரிடத்தில் நாம் வரும்பொழுது நம்மையும் நம்முடைய பாவங்களை நீக்கி உயிர்ப்பிக்க அவர் போதுமானவராக இருக்கிறார். ദൈവമക്കളെ, നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലും അടിമത്തത്തിലുമായിരുന്നാലും യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്താൽ നമ്മൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ യേശു ശക്തനത്രേ. அது மட்டுமல்ல, நம்முடைய மன நிலைமையிலேயும் சரி, என்னெல்லாம் சூழ்நிலைகள் ஒரு மரணத்தினுடைய அனுபவம் வழியாக அமேன் துக்கத்தோடு, பாரத்தோடு, துயரத்தோடு, வேதனையோடு இருக்கிறீர்களா, அந்த எல்லையிலேயுமே சரி சந்தோஷம், சமாதானம், தெய்வீகமான திருப்தியை தந்து അമേ നമ്മുടെ മനതുകളെ, ഇതയങ്ങളെ മറുമീഴ്ചയ്ക്ക് കൊണ്ടുവരാൻ യേശു പോതുമാനവർ. ഇതുപോലെ നമ്മുടെ മരണത്തിന്റെ അവസ്ഥയിലാണോ, നമ്മുടെ വേദനയുടെ ദുഃഖത്തിലെ അനുഭവത്തിലാണോ, പ്രയാസത്തിന്റെ അനുഭവത്തിലാണോ, ഇവിടെ നിന്നെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഒരു ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുവരാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. ரோமர்கெழுதிய நிருபம் 8வது அதிகாரத்தில் 11வது வசனம் சொல்கிறது, கிறிஸ்துவேசுவை மரித்தோரிடத்திலிருந்து உயிரோடு எழும்பி பண்ணினவருடைய ஆவி உங்களுக்குள்ள இருந்தால், உங்களுடைய சரீரம் சாவுக்கு ஏதுவாக இருந்தாலும் உங்களுடைய சரீரங்களையும் அவர் உயிர்ப்பிப்பார் என்று.
ദൈവമക്കളെ, റോമാലേഖനം 8-11 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് ആ വചനം ഇങ്ങനെ പറഞ്ഞു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. அதனுடைய அர்த்தம் என்ன அன்பானவர்களே? நம்முடைய சரீரத்தில் கூட ஏதாவது மரணத்துக்கு ஏதுவான ஒரு பலகீனத்தோடு நாம் இருக்கிறோம் என்று சொன்னாலும் கிறிஸ்துவேசுவை மருத்துவரிடத்திலிருந்து உயிரோடு எழும்ப பண்ணினதான ஆவியானவருடைய வல்லமை நம்முடைய சரீரத்திலையும் செயல்பட்டு നമ്മയും ഉയർപ്പിക്കും എന്ന് വചനം சொல்கிறது. നമ്മുടെ ശരീരം മരണത്തിൻ്റെ അവസ്ഥയിലായിരുന്നാലും യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിൻ്റെ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. பாருங்க அன்பானவர்களே, நம்முடைய வாழ்க்கையினுடைய என்னெல்லாம் எல்லையிலே நாம் ஒரு மரணத்தினுடைய அனுபவத்தில் இருந்தாலும் இயேசுவானவர் உயிரோடு எழும்பினவராக இருப்பதனாலே நம்முடைய வாழ்க்கையிலும் ஒரு உயிர்த்தெழுதலுடைய வல்லமையை நம்மளால் அனுபவிக்க முடியும். മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥയിലിരുന്നാലും യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. இன்றைக்கு எங்களுடைய வார்த்தை கேட்கும்போது இது நீங்கள் ஏதோ ஒரு நாள் ஒரு வாரத்தில் கொண்டாடுகிறதான ஒரு சாதாரணமான அனுபவம் அல்ல. நாள்தோறும் உங்களுடைய வாழ்க்கையிலே உங்களுக்கு உயிர்த்தெழுதலுடைய மகிமையை அனுபவிக்க முடியும். ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒരു തവണയോ ഒരു ആഴ്ചയിലോ നടക്കേണ്ടതല്ല. ഓരോ ദിവസവും ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. இயேசுவானவர் ஒரே தரம் உயிரோடு எழும்பினார். ஆனால் இயேசு கிறிஸ்துவை குறித்து சாட்சி சொல்கிற அப்போஸ்தலர்கள் ஒவ்வொரு நாளும் இயேசு கிறிஸ்துவினுடைய உயிர்ப்பை உலகத்துக்கு எடுத்து காட்டினார்கள். യേശു ഒരിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റു, എന്നാൽ അപ്പോസ്തലന്മാർ ഓരോ ദിവസവും ആ ഉയർത്തെഴുന്നേൽപ്പിനെ അനുഭവിക്കുകയും അവർ അത് ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്തു. அப்படி என்றால் இன்னைக்கு இதோ உங்களுக்கு ஒரு அன்பான அழைப்பு, நீங்களும் இந்த உயிர்த்தெழுதலுக்கு சாட்சிகளாக மாற முடியும். അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ. இந்த உயிர்த்தெழுதின் அனுபவத்துக்குள் நீங்க வந்தீர்கள் என்று சொன்னால் எப்படி என்று கேட்டால், கர்த்தராகிய இயேசு கிறிஸ்துவானவர் உங்களுடைய பாவத்துக்காகவே மரித்து உங்களுடைய நீதிக்காகவே உயிர்த்தெழுந்தார் என்று இதயத்தில் நீங்கள் விசுவசித்து வாயினால் அறிக்கை பண்ணினால் நிச்சயமாகவே உங்களுடைய வாழ்க்கையிலும் உயிர்த்தெழுதலின் வல்லமை செயல்பட ஆரம்பிக்கும். കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു, നിങ്ങളുടെ നീതിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഈ രക്ഷയെ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. உயிர்த்தெழுதலுடைய சாட்சியாக உங்களுக்கு மாற முடியும். ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു സാക്ഷിയായി നിങ്ങൾക്ക് മാറുവാനായിട്ട് കഴിയും. ஆண்டுக்கு ஒரு நாள் அல்ல அன்பானவர்களே, ஆமென். ஒவ்வொரு நாளும் உயிர்த்தெழுதலின் வல்லமையோடு கூட வாழ கர்த்தர் உங்களுக்கு உதவி செய்வார். വർഷത്തിൽ ഒരിക്കലല്ല, ഓരോ ദിവസവും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്തിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും. உங்களுடைய வாழ்க்கையினுடைய என்னெல்லாம் எல்லையில மரணத்தினுடைய சூழ்நிலை, மரணத்தினுடைய இருள் உங்களை தாக்குகிறதோ அந்த இடங்களிலே எல்லாம் உயிர்த்தெழுதலின் வல்லமையானது உங்களை உயிர்ப்பிக்கும். നിങ്ങളുടെ ജീവിതത്തിനകത്തും മരണത്തിന്റെ അവസ്ഥ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ശക്തി അത് வெளிப்பட்டு நீங்களை உயர்த்தெழுந்திருப்பிக்குவான் தொடங்கும். இன்றைக்கு இந்த வார்த்தை கேட்கும்போது எத்தனை பேர் வாஞ்சிக்கிறீங்க, என்னுடைய வாழ்க்கையினுடைய ஒவ்வொரு எல்லைகளிலும் ஆமென் நான் இந்த உயிர்த்தெழுதலுடைய மகிமை அனுபவிக்க வேண்டும் என்று சொல்லி. ഇന്ന് നിങ്ങൾ സന്തോഷത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഡിക്ലെയർ ചെയ്തേ, എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവത്തിലും ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്തെ ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. ஆமென். இன்னைக்கு எத்தனை பேர் சொல்றீங்க, உயிர்த்தெழுந்து என்றைக்கும் ஜீவிக்கிற இயேசுவானவர் என்னுடைய வாழ்க்கையிலே உயிர்த்தெழுதலின் வல்லமையோடு கூட வெளிப்படும்படியாக நான் வாஞ்சிக்கிறேன் என்று. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിലും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വത്തെ പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? இந்த ஈஸ்டர் நாளில் உங்களுடைய வாழ்க்கையில் இதுதான் நடக்கிறது. നിങ്ങൾ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുകയാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? நீங்கள் இயேசு கிறிஸ்துவினுடைய உயிர்த்தெழுதலுடைய சாயலாக இசைக்கப்படுகிறீர்கள் என்று சொல்லி எத்தனை பேர் புரிந்து கொள்றீங்க? ഒരു മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നു? ஒரு மரணத்தினுடைய அனுபவத்தில் நின்றும் உயிர்த்தெழுதலுடைய அனுபவம் உங்களுடைய வாழ்க்கையிலும் வெளிப்பட போகிறது என்று சொல்லி இன்றைக்கு எத்தனை பேர் புரிந்து கொள்றீங்க? ദൈവമക്കളെ, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. നിങ്ങളുടെ പിതാവ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു സമാധാനമുണ്ടായി. നിങ്ങൾക്ക് പിതാവിനോട് ചേർന്നൊരു വാസം ചെയ്യുവാൻ, പിതാവിനോട് ചേർന്ന് വസിക്കുവാനുള്ള ആ വലിയ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. தேவனுடைய பிள்ளைகளே, உயிர்த்தெழுதல் முகாந்தரமாக உங்களுடைய வாழ்க்கையில் என்னெல்லாம் நடந்திருக்கிறது, நீங்க
நீங்கள் நீதிமான்களாக்கப்பட்டீர்கள். இப்பொழுது நீங்கள் தேவனுடைய சமாதானத்துக்குள் நுழைந்திருக்கிறீர்கள். பிதாவானவர் உங்களை சேர்த்து வைத்திருக்கிறார். പിതാവാകിയ ദേവനോട് കൂടിയുള്ള വാസത്തുക്കുൾ നിങ്ങൾ വന്നുവിട്ടീர்கள். ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ ഞാനൊരു അനാഥയല്ല, ഞാൻ അനാഥനല്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞേ നിങ്ങൾ അനാഥയല്ല, നിങ്ങൾക്കൊരു നല്ല പിതാവ് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ള നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ റിയൽ ഫാദറായി നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇன்றைக்கு நீங்கள் புரிந்து கொள்ளுங்கள், இப்பொழுது நான் அனாதையல்ல, பரலோகத்தில் இருக்கிற என்னுடைய மெய்யான தகப்பன், என்னுடைய நல்ல தகப்பனாக எனக்காக ഇറങ്ങി നിൽக்கிறார். യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിങ്ങളും യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ പ്രിയ മകനായി മകളായി മാറിയിരിക്കുകയാണ്. സ്വർഗീയ കുടുംബത്തിലെ അംഗമായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ സകല നന്മയും സകല പ്രൊവിഷനും അത് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. യേശുവാനவர் ഉയരോടെ എഴുപ്പപ്പെട്ട പോത് നീങ്ങളും അവരോട് കൂടെ ഉയരോടെ എഴുപ്പപ്പെട്ട് ഉങ്ങളുടെ പാപത്തിൽ നിന്ന് സാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ട് യേശുവോട് കൂടെ ഇസைக்கப்பட்டிருக்கிறீர்கள். நீங்கள் இப்பொழுது பரலோக ஆசீர்வாதங்களுக்கு உடல் சுதந்திரவாளிகளாக இருக்கிறீர்கள். ഈ ഈസ്റ്റർ ദിനം ആഘോഷമല്ല, അനുഭവമായി മാറട്ടെ. இந்த ஈஸ்டர் நாள் ഒരു കൊണ്ടാട്ടമല്ല, അനുഭവமாக മാറട്டும். God bless you. God bless you. ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. இப்பொழுது நாங்கள் உங்களுக்காக ஜெபிக்க போகிறோம். യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ, യേശു ഉയരോടെ എഴുന്ന് ഇന്നും ജീവിക്കുന്ന കർത്തരായിരിപ്പതിനാലേ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഞങ്ങളെ കേൾക്കുന്ന ഓരോ ഭവനത്തിലും വെളിപ്പെടുവാൻ ഞങ്ങൾ அந்த உயிர்த்தெழுதலுடைய வல்லமை எங்களை கேட்கிற ஒவ்வொரு நபர்களுடைய வாழ்க்கையிலும் வெளிப்படுவதாக. മരണത്തിന്റെ അനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മരണത്തിനുடைய അനുഭവങ്ങൾ இந்த കുടുംബങ്ങളെ വിട്ട് വിലകി പോകട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയും മഹത്വം ഇവരുടെ കുടുംബത്തിൽ നിറയട്ടെ. ഉയർത്തെഴുതലുடைய വല്ലമയും മഹിമയും இந்த കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ വചനം പറയുന്നല്ലോ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. அப்பா, உம்முடைய வார்த்தை சொல்கிறது, எங்களுடைய தேவைகள் எல்லாம் கிறிஸ்து இயேசுவுக்குள் அவருடைய மகிமையின் ஐஸ்வரியத்துக்கு ஏற்றபடியாகவே பூரணமாக நிறைவேற்றப்படும் என்று சொல்லி, ഞങ്ങളുടെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഇവരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവേശുവിൽ നിറവേറ്റുന്നതിനായി നന്ദി. கர்த்தாவே, உம்முடைய மகிமையின் ஐஸ்வரியத்துக்கு ஏற்றபடி இவர்களுடைய தேவைகள் எல்லாம் கிறிஸ்து இயேசுவுக்குள் நிறைவேற்றப்படுவதற்காக ஸ்தோத்திரம். அப்பா, இன்றைக்கு நாங்கள் ஆசீர்வதிக்கும் போது கர்த்தாவே, மெய்யான உயிர்த்தெழுதலின் அனுபவம் இந்த பிள்ளைகளுடைய வாழ்க்கையில உண்டாகட்டும். இவர்களுடைய ஆவி ஆத்தும சரீரத்தில் உயிர்த்தெழுதலின் மகிமை வெளிப்பட்டு கர்த்தாவே, பிதாவாகிய தேவன் குமாரனாகிய இயேசுவுடைய வாழ்க்கையிலே அந்த உயிர்த்தெழுதலின் வல்லமையினால என்னெல்லாம் செய்தீரோ அது முழுவதுமாக உம்முடைய பிள்ளைகள் அனுபவிக்கும்படியாக நாங்கள் இப்பொழுது ஜெபிக்கிறோம். அப்பா, நீங்க பெரிய விடுதலைகளை செய்வதற்காக ஸ்தோத்திரம். இந்த ஈஸ்டர் மெய்யாகவே இவர்களுடைய வாழ்க்கையிலே ஒரு கொண்டாட்டத்தினுடைய ஒரு அனுபவத்தினுடைய நாள்களாக மாறட்டும். இயேசுவின் நாமத்தில் ആമേൻ. 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 God bless you. God bless you all. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9447442660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.